നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. പിന്നെ അങ്ങനെ പുതിയൊരു ഫീച്ചർ യൂട്യൂബ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്, ലോഞ്ച് ആക്കിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി എന്നാണ് കേട്ടോ പേര്, കമ്മ്യൂണിറ്റീസ് ഓൺ യൂട്യൂബ് അങ്ങനെയാണ് ഇറക്കിയിട്ടുള്ളത്. നമ്മുടെ വാട്സാപ്പിൻ്റെ ഒക്കെ ഗ്രൂപ്പ് ചാറ്റ് പോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഇനി ഇമേജ് പോസ്റ്റ് ചെയ്യാം, ടെക്സ്റ്റ് പോസ്റ്റ് ചെയ്യാം, വാല്യുബിൾ ടെക്സ്റ്റ് അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഫീച്ചറിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ, എന്തൊക്കെയാണ് ഫീച്ചർ, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് ഫുള്ളായിട്ട് മനസ്സിലാവും. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. കമ്മ്യൂണിറ്റീസ് ഓൺ യൂട്യൂബ് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു പുതിയൊരു ഫീച്ചർ ലോഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ക്രിയേറ്റേഴ്സിന് വലിയ വ്യത്യാസമില്ല. നമ്മളെങ്ങനെ നോർമലി പോസ്റ്റ് ചെയ്യാണ് യൂട്യൂബിൽ, അതേപോലെ തന്നെയാണ്. വേറെ വ്യത്യാസമില്ല. പോസ്റ്റ് ചെയ്യണത് കമ്മ്യൂണിറ്റീസിൽ നമ്മുടെ പോസ്റ്റ് അവിടെയും വിസിബിൾ ആവും. അപ്പോൾ അതിൽ വലിയ വ്യത്യാസമില്ല. പക്ഷെ ഇതിൽ ഫീച്ചർ ന്യൂ ആഡ് ആയിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഒരു വാട്സാപ്പിൻ്റെ ഗ്രൂപ്പ് ചാറ്റ് എങ്ങനെ എല്ലാവർക്കും ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ആ ഒരു ഗ്രൂപ്പ് ചാറ്റിൽ മെസ്സേജ് ഇടാൻ പറ്റും, അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ പുതിയൊരു ഫീച്ചർ ലോഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നന്നായി എൻഗേജ്മെൻറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ചാനലിൽ. ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ ചാനൽ നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യുക, മൊബൈലിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു എഡിറ്റിൻ്റെ ഒരു പെൻസിൽ ഐക്കൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴെ മൈ കമ്മ്യൂണിറ്റി പറഞ്ഞൊരു പുതിയൊരു ഓപ്ഷൻ ആഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഫീച്ചർ ഓൺ ആവും. ഓക്കെ, ക്രിയേറ്റേഴ്സിന് പോസ്റ്റ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അത് നോർമലി പോസ്റ്റ് ഇടുന്ന പോലെ തന്നെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ടാബിലും അത് വിസിബിൾ ആവും. അതേപോലെ നമ്മുടെ പോസ്റ്റ് ടാബ്, നമ്മുടെ ഓൾഡ് വേർഷനിലുള്ള ഒരു പോസ്റ്റ് ടാബ് ഉണ്ടല്ലോ, അതിലും ഇതിലും ടാബ്സിലും നമ്മുടെ പോസ്റ്റ് വിസിബിൾ ആവും. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബേഴ്സ് പോസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കമ്മ്യൂണിറ്റി വാളിൽ മാത്രമാണ്, ആ ഒരു ടാബിൽ മാത്രമാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ പോസ്റ്റ് വിസിബിൾ ആവും കേട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ മൊബൈലിൽ ഇതെങ്ങനെ കാണും എന്നുള്ളതും കൂടി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ മൊബൈലിൽ നമ്മുടെ ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ തന്നെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ തന്നെ വിസിറ്റ് കമ്മ്യൂണിറ്റി എന്നൊരു ബട്ടൺ കൂടി ഇപ്പോൾ ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ വ്യൂവേഴ്സിന്, ഓക്കെ, നമുക്കല്ല, ക്രിയേറ്റേഴ്സിനല്ല, നമ്മുടെ വ്യൂവറിന് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലേക്ക് അങ്ങനെ എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവിടെ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും എനേബിൾ ആയിട്ടുണ്ടാവും വ്യൂവറിൻ്റെ മൊബൈലിൽ. അപ്പോൾ അവർക്ക് ആ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് ടെക്സ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാം, പിന്നെ ഇമേജസ് ആയിട്ടായാലും പോസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് ഈ പോസ്റ്റുകളൊക്കെ കാണാൻ പറ്റും. കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പോസ്റ്റും അവർക്ക് കാണാൻ പറ്റും. പക്ഷേ അവർക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്കൊരു പുതിയ പോസ്റ്റ് നമ്മുടെ ചാനലിൽ ഇടാൻ പറ്റില്ല. പക്ഷേ അവർക്ക് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ബേസിക് ഫീച്ചേഴ്സൊക്കെ അവർക്ക് ഉണ്ടാവും. പക്ഷേ അവർക്ക് അവരുടെ സ്വന്തമായിട്ടൊരു പോസ്റ്റ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ആയിരിക്കണം, എന്നാലാണ് അവർക്കും നമ്മുടെ ചാനലിൽ വന്നിട്ട് നമ്മുടെ എല്ലാം ആരുടെ ആയാലും, ഏത് യൂട്യൂബേഴ്സിൻ്റെ ആയാലും ചാനലിൽ പോയിട്ട് ഒരു പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ആദ്യം അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ മിനിമം ഒരു ദിവസമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് വേണം, എന്നാലാണ് അവർക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി ഇടുമ്പോൾ കുറച്ച് അൺവാണ്ടഡ് പോസ്റ്റോ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ മോഡറേഷൻ ഓപ്ഷൻസും തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മ്യൂണിറ്റി സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യൂവേഴ്സ് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കുറച്ച് മോഡറേഷൻ ഓപ്ഷൻസും കിട്ടുന്നുണ്ട്. നൺ എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഹോൾഡ് ചെയ്യാതെ വെക്കുക, ബേസിക്, ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് പോസ്റ്റ്, പിന്നെ ഹോൾഡ് ഓൾ പോസ്റ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ പോസ്റ്റുകൾ ഏത് രീതിക്കാണ് വരുന്നത് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മോഡറേഷൻ ഓപ്ഷൻസ് അതിൽ ചൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഹൂ ക്യാൻ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സെറ്റിംഗ് കൂടി നമുക്ക് വരുന്നുണ്ട്. അതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, അത് ബൈ ഡിഫോൾട്ട് സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കതിലൊരു ഓപ്ഷൻ വരുന്നത് എത്ര ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ മിനിമം 1 ഡേയും പിന്നെ മാക്സിമം ഒരു ആഴ്ചയും കഴിഞ്ഞാലാണ് ഒരു സബ്സ്ക്രൈബറിന് നമ്മുടെ ചാനലിൽ വന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മിനിമം 1 ഡേ ഓർ 1 വീക്ക് ആ ഗ്യാപ്പ് നമുക്ക്
ഓണറിന് യൂട്യൂബ് ചാനലിൻ്റെ ഓണറിന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. കൂടുതൽ മോഡറേഷൻ ഫീച്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലത്തെ സെറ്റിങ്സിൽ പോയ ഒരു കമ്മ്യൂണിറ്റി മോഡറേഷൻ ഉണ്ടല്ലോ, അതിൽ പോയിട്ട് നമ്മൾ നോർമലി എങ്ങനെ സെറ്റ് ചെയ്യുക അതൊക്കെ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ ആ എല്ലാ മോഡറേഷൻസും ഇതിലും എഫക്റ്റീവ് ആവും. ഓക്കെ, പിന്നെ ഈ ഫീച്ചർ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒരു ക്രിയേറ്ററിന് കാണുക എന്നുള്ളത്, നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഓപ്ഷൻ ഉണ്ടല്ലോ, ആ കമ്മ്യൂണിറ്റി ഓപ്ഷൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്കൊരു പുതിയൊരു ടാബ് കൂടി ഓപ്പൺ ആവും. ഇപ്പോൾ വെറും കമൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ടാബാണല്ലോ ഉള്ളത്. ഇനി നമുക്കൊരു വ്യൂവർ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ടാബും കൂടി അതിൽ ആഡ് ആവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോസ്റ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റും പിന്നെ ഏതെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റും എല്ലാതും അതിൽ വിസിബിൾ ആവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഈ പോസ്റ്റിനെ പബ്ലിഷ് ചെയ്യണോ വേണ്ടേ, ഹോൾഡാക്കി വെച്ചിട്ടുള്ള പോസ്റ്റ് പബ്ലിഷ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു അൺവാണ്ടഡ് പോസ്റ്റ് വന്നു എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മോഡറേഷൻ ഓപ്ഷൻ നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞു, ഇനി നമുക്കത് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ആ പോസ്റ്റിൽ തന്നെ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ്, റിപ്പോർട്ട്, ഹൈഡ് ഫ്രം ചാനൽ ഈ 3 ഓപ്ഷൻ നമ്മുടെ ലൈവിലൊക്കെ വരുന്ന പോലെ ആ 3 ഓപ്ഷൻ നമുക്ക് അതിലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, നമ്മുടെ ചാനലിൽ നമ്മൾ മോഡറേറ്റേഴ്സിനെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, മോഡറേറ്റേഴ്സിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് കണ്ടുനോക്കും, ഞാനിവിടെ എവിടെയെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മോഡറേറ്ററിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മോഡറേറ്ററിന് നമ്മുടെ ബിഹാഫിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ എൻഗേജ് ചെയ്യാനും മെസ്സേജ് ഇടാനും ഒക്കെ പറ്റും. ഓക്കെ, ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാനുള്ളൊരു എലിജിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ യു ഹാവ് എക്സിസ്റ്റിംഗ് ആക്സസ് ടു പോസ്റ്റ്, ഓൾറെഡി പോസ്റ്റിലേക്ക് ഒരു ക്രിയേറ്ററിന് ആക്സസ് ഉണ്ടായിരിക്കണം. പിന്നെ യു ആർ ഓവർ 16 ആൻഡ് യുവർ ചാനൽ ഇസ് നോട്ട് സെറ്റപ്പ് ആസ് എ സൂപ്പർവൈസ്ഡ് എക്സ്പീരിയൻസ്. അത് ബേസിക്കലി ഇപ്പോൾ 16 ബിലോ കുട്ടികൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ പാരൻസിൻ്റെ ഫോണിലേക്ക് ലിങ്ക് ചെയ്തിട്ട് അങ്ങനെ എന്തോ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതായിരിക്കരുത്, അങ്ങനെയുള്ളൊരു ചാനലായിരിക്കരുത്. പിന്നെ യുവർ ഓഡിയൻസ് ഇസ് നോട്ട് സെറ്റ് ആസ് മെയ്ഡ് ഫോർ കിഡ്സ്. അപ്പോൾ അത് ബേസിക്കലി നമ്മൾ സെറ്റിങ്സിൽ പോകുമ്പോൾ നമുക്ക് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ ഓപ്ഷൻ കിട്ടുമല്ലോ, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത്, അങ്ങനെ ഉള്ള ചാനലായിരിക്കരുത്. പിന്നെ യുവർ ചാനൽ ഇസ് നോട്ട് എ വിവോ ചാനൽ. അപ്പോൾ വിവോ ചാനൽ ബേസിക്കലി ഞാനിതിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് അതൊരു എന്തോ അമേരിക്കൻ മൾട്ടിനാഷണൽ ചാനലോ അങ്ങനെ എന്തോ ആണ്, യൂട്യൂബിന് വീഡിയോസ് സപ്ലൈ ചെയ്യുന്ന ചാനൽ, അങ്ങനെ എന്തോ ഒരു ചാനലാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ചാനലായിരിക്കരുത്. അതാണ് ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഈ ഒരു ഫീച്ചറിൻ്റെ ഇതിൽ എഴുതിയിട്ടുള്ളത്. ഒരു കാര്യമുള്ളത്, നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ, മൊബൈലിലുള്ള ആപ്ലിക്കേഷൻ അപ്ഡേറ്റഡ് വെർഷൻ ആയിരിക്കണം. പിന്നെ ഇത് ഓൺലി മൊബൈലിലും പിന്നെ ആൻഡ്രോയിഡ് ഡിവൈസസിലും iOSലും മാത്രമാണ് അവൈലബിൾ ഉള്ളൂ. നമ്മുടെ ലാപ്ടോപ്പിൽ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേർഷൻ പറയണത് 19.45 വേർഷൻ ആയിരിക്കണം എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതോ അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻസ് ആയിരിക്കണം, എന്നാലാണ് ഈ ഒരു പുതിയ ഫീച്ചർ നമുക്കതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയ വേർഷൻ ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഈ ഫീച്ചർ കാണാൻ പറ്റില്ല. അപ്പോൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക, പിന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ കുറച്ച് ബെനിഫിറ്റ്സ് എന്തായിരിക്കും? ബേസിക്കലി നമുക്കൊരു സ്ട്രോങ്ങർ കണക്ഷൻ, നമ്മുടെ ഓഡിയൻസായിട്ടൊരു സ്ട്രോങ്ങർ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഗ്രൂപ്പ് ചാറ്റ് പോലെ തന്നെ നമുക്ക് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോ ഇടുന്ന ഗ്യാപ്സ് ഉണ്ടല്ലോ, ആ ഗ്യാപ്സിൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് മെസ്സേജ് ചെയ്യാൻ പറ്റുള്ളൂ, മെസ്സേജ് അല്ല പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. കാരണം പുതിയ ഓഡിയൻസിനെ നമ്മുടെ ചാനലിലേക്ക് അട്രാക്ട് ചെയ്തിട്ട് കൊണ്ടുവരാൻ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ചില യൂസേഴ്സ് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, അൺവാണ്ടഡ് പോസ്റ്റ് വരാനുള്ള സാധ്യത, അങ്ങനെയൊക്കെയുള്ള ഇത് കൂടും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ മോഡറേഷൻ ഓപ്ഷൻസ് ഒക്കെ എനേബിൾ ചെയ്ത് വെക്കുക, അറ്റ്ലീസ്റ്റ് ബേസിക് മോഡറേഷൻസ് എങ്കിലും എനേബിൾ ചെയ്ത് വെക്കുന്നതാവും നല്ലത്. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ആ ഫീച്ചർ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും യൂസ് ചെയ്യുക, വ്യൂവേഴ്സ് ആയാലും ചാനലില്ലാത്ത വ്യൂവേഴ്സ് ആയാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സിൻ്റെ ചാനലിൽ പോയിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഒരു കമ്മ്യൂണിറ്റി ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഫീച്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബേഴ്സായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ എന്തെങ്കിലും ബെനിഫിറ്റ് ആയി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റിൽ അറിയിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഫീച്ചർ ഇഷ്ടപ്പെട്ടാൽ അതും അറിയിക്കുക. പിന്നെ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.